LDF സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിനെതിരെ മുൻ മന്ത്രി തോമസ് ഐസക് ധനകാര്യ വകുപ്പിലെ രഹസ്യരേഖകൾ AI പ്ലാറ്റ്ഫോം വഴി പരിശോധിച്ചുവെന്നും ആ രേഖകൾ ഇപ്പോൾ പൊതുമധ്യത്തിൽ ലഭ്യമാണെന്നും ഐസക് ആരോപിച്ചു. നിയമസഭയിൽ വെക്കുന്ന രേഖകളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന നടപടിയിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ഐസക് പറഞ്ഞു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലെ സീക്രട്ട് സെഷനിലെ ഡാറ്റ അടക്കം AI പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ടാണ് വിശകലനം ചെയ്തിട്ടുള്ളത്. ഈ 195 പേജ് വരുന്ന ഇത്രയും വലിയൊരു രേഖ ഒരാഴ്ചയിൽ താഴെ സമയം കൊണ്ട് തയ്യാറാക്കിയപ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നി. ഇതെങ്ങനെയാണ് തയ്യാറായി എന്നുള്ളത്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് വെരിഫിക്കേഷൻ, 2 സാർവത്രികമായിട്ട് അംഗീകാരമുള്ള AI കണ്ടന്റ് ഡിറ്റക്ഷൻ ടൂൾസ് അതുപയോഗിച്ച് ഈ ഡോക്യുമെന്റ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അല്ല സബ്സ്റ്റാൻഷ്യൽ പോർഷൻ, ഗണ്യമായൊരു ഭാഗം AI ജനറേറ്റഡ് ആണ്. ഈ സീക്രട്ട് സെക്ഷനിലെ അടക്കമുള്ള ഡേറ്റ എല്ലാം പബ്ലിക് ഡൊമൈനിലാണെന്ന് അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമല്ലേ ഈ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മുഖ്യമന്ത്രി VD സതീശൻ ക്ലാരിഫൈ ചെയ്യണം.